നമസ്കാരം. ഇന്ത്യക്ക് അടുത്ത തലമുറ ന്യൂക്ലിയർ ഇന്ധനം ലഭിക്കാൻ ഇനി അധിക കാലം കാത്തിരിക്കേണ്ടി വരില്ല. കൂടുതൽ റിയാക്ടറുകൾ നിർമ്മിക്കാൻ ഇന്ത്യയെ സഹായിക്കാൻ റഷ്യ തയ്യാറാണ് എന്ന നിർണായക വിവരം പുറത്തുവന്നിരിക്കുകയാണ്. ആണവോർജ്ജത്തിന്റെ സമാധാനപരമായ ഉപയോഗത്തിൽ സഹകരണം വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടംകുളത്തെ ആണവോർജ്ജ പദ്ധതിക്ക് പുറമെ പുതിയ സ്ഥലത്ത് ഉയർന്ന ശേഷിയുള്ള ആണവ യൂണിറ്റുകൾ നിർമ്മിക്കാൻ ഇന്ത്യയെ സഹായിക്കാൻ റഷ്യ തയ്യാറാണെന്നാണ് റഷ്യൻ ആണവ ഏജൻസി അറിയിച്ചിട്ടുള്ളത്. റഷ്യയിലെ സെവർക്സിൽ അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ അജിത് കുമാർ മൊഹന്തിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് റോസറ്റോം സ്റ്റേറ്റ് അറ്റോമിക് എനർജി കോർപ്പറേഷന്റെ ഡയറക്ടർ ജനറൽ അലക്സി ലിഖാചേവ് ഇക്കാര്യം അറിയിച്ചത്. അടച്ച ആണവ ഇന്ധന ചക്രം ഉപയോഗിച്ച് ഒരു പുതിയ പവർ പ്ലാന്റ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന പ്രോറീവ് അല്ലെങ്കിൽ ബ്രേക്ക് ത്രൂ പദ്ധതി സംബന്ധിച്ചും ചർച്ചകൾ നടത്തി. സമാധാന ആവശ്യങ്ങൾക്കായി ആണവോർജ്ജം ഉപയോഗിക്കുന്ന മേഖലയിൽ ഇന്ത്യയുമായുള്ള സഹകരണം ഗൗരവമായി വിപുലീകരിക്കാൻ തങ്ങൾ തയ്യാറാണെന്നാണ് റോസറ്റോം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത്. ഇന്ത്യയിലെ ഒരു പുതിയ സ്ഥലത്ത് റഷ്യൻ രൂപകൽപ്പന ചെയ്ത ഉയർന്ന ശേഷിയുള്ള ആണവോർജ്ജ യൂണിറ്റുകളുടെ പരമ്പര നിർമ്മാണം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. 1000 മെഗാവാട്ട് ശേഷിയുള്ള 6 പവർ യൂണിറ്റുകൾ ഉൾപ്പെടുന്ന സംയുക്ത കൂടംകുളം ആണവോർജ്ജ പദ്ധതിയുടെ പുരോഗതിയും അലക്സി ലിഖാചേവും അജിത് കുമാർ മൊഹന്തിയും തമ്മിൽ ചർച്ച ചെയ്തതും എടുത്തു പറയണം. ഭൂമിയെ അടിസ്ഥാനമാക്കിയുള്ളതും ഒഴുകുന്നതുമായ ലോ പവർ ഉൽപാദന പദ്ധതികൾ നടപ്പിലാക്കുന്നതിനും ആണവ ഇന്ധനചക്രം, ആണവ സാങ്കേതിക വിദ്യകളുടെ വൈദ്യുതീതര പ്രയോഗങ്ങൾ എന്നിവയിലെ സഹകരണത്തിനും റഷ്യൻ പക്ഷം തുറന്നിരിക്കുന്നുവെന്നും ലിഖാചേവ് പറയുന്നുണ്ട്. 1000 മെഗാവാട്ട് വീതമുള്ള 6 ലൈറ്റ് വാട്ടർ ആണവ റിയാക്ടറുകൾ നിർമ്മിക്കുന്ന തമിഴ്നാട്ടിലെ കൂടംകുളം ആണവോർജ്ജ പദ്ധതിയുടെ നിർമ്മാണത്തിൽ റഷ്യ നിലവിൽ ഇന്ത്യയെ സഹായിക്കുന്നുണ്ട്. പദ്ധതിയുടെ പ്രവൃത്തി 2002 ആരംഭിച്ചു. ആദ്യത്തെ റിയാക്ടർ 2014 വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത് 2016. 2 റിയാക്ടറുകളുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഡിസംബറിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുടെ റഷ്യൻ സന്ദർശന വേളയിൽ കൂടംകുളം പദ്ധതിയുടെ 5ാമത്തെയും 6ാമത്തെയും റിയാക്ടറുകളുടെ നിർമ്മാണം സംബന്ധിച്ച കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചിരുന്നു. റഷ്യൻ റിയാക്ടറുകൾക്കായി ഇന്ത്യ കൂടുതൽ സൈറ്റുകൾ നോക്കുകയാണെന്നും ജയശങ്കർ പറഞ്ഞിരുന്നു. അടച്ച ആണവ ഇന്ധന ചക്രം ഉപയോഗിച്ച് ഒരു പ്ലാറ്റ്ഫോം സൃഷ്ടിക്കുന്നതിന് പുറമെ ചിലവഴിച്ച ആണവ ഇന്ധനത്തിന്റെയും റേഡിയോ ആക്റ്റീവ് മാലിന്യത്തിന്റെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ പ്രോറീവ് പ്രോജക്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. കൂടംകുളം പദ്ധതി ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവ നിലയമാണ്. റഷ്യ ഇന്ത്യൻ സാങ്കേതിക വൈദ്യുത വ്യവസായ സഹകരണത്തിന്റെ പ്രധാന സംരംഭമായിട്ട് റോസറ്റോം വിശേഷിപ്പിച്ചതാണിത്. നിലവിൽ നിർമ്മാണവും ഇൻസ്റ്റലേഷൻ ജോലികളും നടക്കുന്നുണ്ട്. യൂണിറ്റ് 3, 4 എന്നിവയിൽ ഉപകരണ വിതരണം പൂർത്തിയാക്കുന്നു. പദ്ധതിയുടെ 3ാം ഘട്ടത്തിലെ 2 പവർ യൂണിറ്റുകൾ സമാന്തരമായി നിർമ്മിക്കുന്നു. ഇന്ത്യയിലെ ആണവോർജ്ജത്തിന്റെ ഒരു അവസ്ഥ എന്താണ് എന്നതും ഈ ഒരു അവസരത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. അതിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയിലെ വൈദ്യുതിയുടെ 5ാമത്തെ വലിയ സ്രോതസ്സാണ് ആണവോർജ്ജം. രാജ്യത്തിന്റെ മൊത്തം വൈദ്യുതി ഉൽപാദനത്തിന്റെ 2% സംഭാവന ചെയ്യുന്നു. നിലവിൽ രാജ്യത്തുടനീളമുള്ള 7 പവർ പ്ലാന്റുകളിലായിട്ട് 22ലധികം ആണവ റിയാക്ടറുകൾ ഇന്ത്യയിലുണ്ട്. അവ ഒരുമിച്ച് 6780 മെഗാവാട്ട് ആണവോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നു. ഈ റിയാക്ടറുകളിൽ 18 പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടറുകളും 4 ലൈറ്റ് വാട്ടർ റിയാക്ടറുകളുമാണ്. ഇന്ത്യയുടെ ആണവ പദ്ധതി മെച്ചപ്പെടുത്തുന്നതിനായിട്ട് ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡും പൊതുമേഖലാ സ്ഥാപനങ്ങളും സംയുക്ത സംരംഭങ്ങൾക്ക് ഇന്ത്യൻ സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. NPCIL ഇപ്പോൾ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ ലിമിറ്റഡുമായും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡുമായും സംയുക്ത സംരംഭത്തിലുമാണ്. രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ആണവ നിലയങ്ങൾ വ്യാപിപ്പിക്കുന്നതിനെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുകയുമാണ്. ഉദാഹരണത്തിന് ഹരിയാനയിലെ ഖോരഗ്പൂർ പട്ടണത്തിൽ വരാനിരിക്കുന്ന ആണവ നിലയം സമീപഭാവിയിൽ പ്രവർത്തനക്ഷമമാകും. എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് ഈ ആണവോർജ്ജം വേണ്ടത് എന്നതിലേക്ക് വരികയാണെങ്കിൽ ഫോസിൽ ഇന്ധനങ്ങളുടെ പരിമിതമായ കരുതൽ ആദ്യം തന്നെ പറയേണ്ടതുണ്ട്. അതായത് ഇന്ത്യയിൽ ഫോസിൽ ഇന്ധനങ്ങളുടെ പരിമിതമായ കരുതൽ ശേഖരം മാത്രമേ ഉള്ളൂ. കൽക്കരി, എണ്ണ, വാതക ഇറക്കുമതി എന്നിവയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ഈ ആണവോർജ്ജത്തിന് കഴിയും. ആഗോള ഫോസിൽ ഇന്ധന വിപണിയിലെ വിതരണ തടസ്സങ്ങളും വിലയിലെ ഏറ്റക്കുറച്ചിലുകളും കുറയ്ക്കുന്നതിനാൽ ഊർജ്ജ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് ഇത് വളരെ പ്രധാനമാണ് എന്നതും എടുത്തു പറയണം. എന്തായാലും ഇന്ത്യ റഷ്യ കൂട്ടുകെട്ടിൽ പുതിയ നീക്കങ്ങൾ നടക്കുകയാണ്. ഇന്ത്യയെ എല്ലാ അവസരങ്ങളിലും ചേർത്ത് പിടിക്കാൻ പ്രത്യേക ശ്രദ്ധ കാട്ടുന്ന റഷ്യ ഈ ഒരു കാര്യത്തിനും ഇന്ത്യക്കൊപ്പം തന്നെയാണ് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ വികസനങ്ങൾ, പുതിയ വഴികൾ ഇന്ത്യക്കൊപ്പം റഷ്യ തുറക്കും എന്നത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്.